ഹലോ ഫ്രണ്ട്സ്, എന്നാണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? വീക്കെൻഡൊക്കെ അല്ലേ? നമുക്കൊരു സ്ഥലം വരെ പോയാലോ? ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അലയിലുള്ള കസിൻ്റെ ഫാമിലി ഉണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ നോർമൽ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര അലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം സുഹൃത്തുക്കളെ. പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു. അതെ, നേരെ ഒമാനിലോട്ടാണ് ഞങ്ങൾ യാത്ര. മനസ്സിലായില്ലേ ഞങ്ങൾ എങ്ങോട്ടാണെന്ന്? സലാലയിലെ കരീബ് സീസൺ കാണാനുള്ള പോക്കാണ്. അവിടെ മഴയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് റെയിൻകോട്ടൊക്കെ വാങ്ങി സെറ്റായിട്ടാണ് പോയത്. ഇനി എങ്ങാനും പനി പിടിച്ചാലോ? പോകുന്ന വഴിക്ക് കുറിക്കാനായിട്ട് കുറച്ച് സ്നാക്സും വാങ്ങി അടുത്തുള്ള ലുലുന്ന്. ഞങ്ങൾ അലൈൻ മസ്യാദ് ബോർഡർ വഴിയാണ് പോയത്. എക്സിറ്റൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കഴിഞ്ഞു. നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് 2 വീക്സ് ഫ്രീ എൻട്രി ആയിരുന്നു അവിടെ. അലയിൽ നിന്ന് സലാലയിലേക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 1200 കിലോമീറ്റർ ഉണ്ടാകും കേട്ടോ. ഒമാൻ ബോർഡർ കയറി കഴിയുമ്പോൾ നമ്മൾ ഒമാൻ ഇൻഷുറൻസ് എടുക്കണം നമ്മുടെ വണ്ടിക്ക്. ഇടയ്ക്കെല്ലാം നിർത്തിയാണ് ഞങ്ങൾ പോയത്. ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് എൻജോയ് ചെയ്ത് എല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു. ഒരു 150-200 കിലോമീറ്റർ ആകുമ്പോൾ പെട്രോൾ പമ്പ് ഉണ്ടാകും. ഞങ്ങൾ എല്ലായിടത്തും നിർത്തി ഒന്ന് ഫ്രഷ് ആയിട്ടാണ് പോയത്. മക്കളോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് അവരുറങ്ങിയൊന്നുമില്ല. ഒരു 5 o'clock ഒക്കെ ആയപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഞങ്ങൾ പോയത് ഇബ്രി, നിസ്വ, ഹൈമ, സലാല അങ്ങനെയായിരുന്നു കേട്ടോ. ലോങ് ഡ്രൈവിംഗ് അല്ലേ, ശരിക്കും മടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പോട്ടിലും ഇറങ്ങി ഫ്രഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇബ്രിയിലൊക്കെ നമുക്ക് സൈഡിൽ കുറച്ച് മലകളൊക്കെ കാണാൻ കേട്ടോ. നിസ്വയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല രസമാണ് സ്കൈ കാണാനായിട്ട്. ലൈറ്റ് ബ്ലൂ സ്കൈയും അപ്പുറത്തും ഇപ്പുറത്തും മരുഭൂമിയും നോക്കത്താ ദൂരത്തുള്ള റോഡും. ആഹാ, ഇടയ്ക്ക് ഞങ്ങളൊന്ന് ഉറങ്ങിപ്പോയി കേട്ടോ, ഞാനും മക്കളും. ഉറക്കം വരാതെ ഇരിക്കാനായി ഷോയും ജിജോ ചേട്ടായും കോൾ വിളിച്ചുകൊണ്ടാണ് പോയത്. ഹൈമ എത്തിയപ്പോൾ ഞങ്ങൾ ഉച്ചയൂണ് കഴിച്ചു കേട്ടോ. പിന്നെയും കാണാമറിയാത്ത കാഴ്ചകൾ തേടി. നോക്കത്താ ദൂരത്തെ റോഡാണ്, പന്തളിച്ച് കിടക്കുന്ന ആകാശമാണ്. 2 സൈഡിൽ നോക്കിയാലും മരുഭൂമിയാണ്. മുന്നോട്ട് നോക്കുമ്പോൾ തോന്നും റോഡിൻ്റെ എൻഡാണ്, ഭൂമി അവിടെ അവസാനിച്ചു എന്ന്. അവിടെ എത്തുമ്പോൾ വീണ്ടും അതുപോലെ. ഇടയ്ക്ക് പൊടിക്കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഹൈമ വരെയുള്ള റോഡ് നല്ല റോഡാണ്, നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഹൈമ കഴിഞ്ഞ് അങ്ങോട്ട് സലാല വരെയുള്ള റോഡ് കുറച്ച് മോശമാണ്, കുറച്ച് ഡേഞ്ചറായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. എല്ലാ വണ്ടികളും ഒരു 120-140 വരുന്നത്. ശരിക്കും പറഞ്ഞാൽ പേടിയാവും കേട്ടോ. ഒമാൻ്റെ സിം എടുത്തത് ഫ്രീ കോൾ ആയതുകൊണ്ട് ജിജോ ചേട്ടായിക്കും ഷോയ്ക്കും ഉപകാരമായി. കാരണം 2 ഉണ്ട്. ഒന്ന് അവർക്ക് ഉറക്കം വരാതിരിക്കുകയും ചെയ്യും, പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബോർഡി മാറ്റുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ് കുറച്ച് മടുപ്പായിരുന്നു കേട്ടോ. കാരണം പ്രത്യേകിച്ചൊന്നും കാണാനില്ല. 2 സൈഡിലും മരുഭൂമിയും നോക്കത്താ ദൂരത്തുള്ള റോഡും, വേറൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഓരോ ഈത്തപ്പന കാണുമ്പോൾ ഓർക്കും, ആഹാ എത്താനായി എന്ന്. വീണ്ടും നോക്കുമ്പോൾ ദേണ്ട കിടക്കുന്നു വീണ്ടും കിലോമീറ്ററുകൾ ദൂരത്തോളം. നോർമലി ഒരു 10 to 12 hours മതി സലാലയിൽ നിന്ന് സലാല എത്താൻ. പക്ഷെ ഞങ്ങൾ മാക്സിമം റെസ്റ്റ് എടുത്ത് പോയതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഈവനിങ് 8:30 ഒക്കെ ആയി കേട്ടോ. ഇടയ്ക്ക് സലാല സലാല എന്നുള്ള ബോർഡ് കാണുമ്പോൾ മനസ്സിലൊരു ആശ്വാസമായിരുന്നു, ഓ എത്താനായല്ലോ എന്നുള്ളത്. കാരണം ശരിക്കും മടുത്തു കേട്ടോ, ഇത്രയും ദൂരമല്ലേ, ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡായി പോകും, പ്രത്യേകിച്ച് മക്കളും. സലാല എത്താനായപ്പോഴേക്കും വീണ്ടും ഇടയ്ക്കൊക്കെ ഓരോ മലകൾ കാണാൻ തുടങ്ങി. അപ്പം മനസ്സിലായി അതിൻ്റെ ബോർഡർ എത്താനായി എന്നുള്ളത്. അപ്പോഴേക്കും വൈകിട്ടായി കേട്ടോ. ക്ലൈമറ്റ് പെട്ടെന്ന് മാറി. അതുവരെ ചൂടായിരുന്ന ക്ലൈമറ്റ് ചെറിയൊരു തണുപ്പിലേക്ക് മാറി. സ്ട്രീറ്റ് ലൈറ്റൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. ഈ കാണുന്ന മലനിരകൾക്കിടയിലൂടെ നമ്മൾ ഒരു ചുരം പോലെ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴാണ് സലാല എത്തുക. സത്യം പറഞ്ഞാൽ ഇരുട്ടായി തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പറഞ്ഞു കേട്ടിട്ടുണ്ട് സലാലയിലേക്ക് പോകുന്ന ചുരത്തിൻ്റെ അവിടെ കുറച്ച് ഫോഗി ആയിരിക്കും എന്നുള്ളത്. ആ റോഡ് കുറച്ചൊരു റിസ്ക്കാണ്, കാരണം ഒരു ചുരം പോലെയാണ്. അപ്പം വണ്ടികളൊക്കെ പോകാൻ അത്ര ഈസി ആയിരിക്കില്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് വരുന്നതായതുകൊണ്ട് നമുക്ക് ആ വഴി അത്ര പരിചയമില്ല. പക്ഷെ ഓപ്പോസിറ്റ് വരുന്ന വഴികൾ ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ജിയോ ചേട്ടായും ഷോയും കൂടെ പരസ്പരം ഫോണും വിളിച്ച് മുമ്പിൽ പോകുന്ന ആൾ ഡയറക്ഷൻ പറഞ്ഞു കൊടുത്താണ് പോയത്. സൈഡിൽ എന്താ ഉള്ളത് പോലും നമുക്ക് മനസ്സിലാവില്ലായിരുന്നു.
ഇതിപ്പോൾ ഫോണിൻ്റെ ക്യാമറയിൽ കൂടെ നോക്കുന്നത് കൊണ്ടാണ് നമുക്കത് സൈഡിലൊരു മതിലാണെന്ന് മനസ്സിലാവുന്നത്. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഞ്ഞായിരുന്നു, ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുള്ളിൽ സന്തോഷിച്ചു, സലാലയിൽ മഴയായിരിക്കുമെന്ന്. പിന്നെ അങ്ങോട്ടേക്ക് താഴേക്ക് നോക്കുമ്പോൾ നല്ല സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ആ സ്വപ്നസുന്ദര നഗരം നമ്മുടെ കൺവട്ടത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന്. മുന്നോട്ട് നോക്കുമ്പോൾ കാണാം ആ ചെറിയ സുന്ദര പട്ടണം എത്ര മനോഹരമായിരിക്കുന്നുവെന്ന്. റോഡിൻ്റെ സൈഡിൽ കൂടെ തെങ്ങുകളാണ് ഫുള്ള്. കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും നാട്ടിലെത്തിയ ഒരു ഫീലിങ്സ് ആണത്. സലാലയുടെ മനോഹാരിത എന്ത് രസമാണെന്ന് നോക്കിക്കേ. നമ്മളങ്ങനെ സലാല ടൗൺ എൻട്രി ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കേട്ടോ ക്ലോക്ക് ടവർ, സലാലയിലെ ക്ലോക്ക് ടവർ. ഇത്രയും യാത്ര ചെയ്തതല്ലേ, ഇനി നമുക്കെല്ലാവർക്കും പോയി കിടന്നുറങ്ങിയാലോ? നാളെ ഞാൻ സലാലയിലെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഒത്തിരി സന്തോഷത്തോടെ.